നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ ഒക്ടോബർ 1 മുതൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ. ജനങ്ങൾ സഹകരിക്കണമെന്നും നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ജില്ലാ കലക്ടർ. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പോസ്റ്റിട്ടവർക്കെതിരെ പൊട്ടിത്തെറിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. ഏതെങ്കിലും മൂലയിലിരുന്ന് തെറിവിളിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും A. തങ്കപ്പൻ. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഗ്രാമത്തിലുള്ളവർ ഭീതിയുടെ നിഴലിൽ തന്നെ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഇവർക്കായുള്ള വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇവരുടെ പുനരധിവാസ പദ്ധതി അറിഞ്ഞില്ലെന്ന് ട്രൈബൽ വകുപ്പ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഷൊർണൂർ നഗരസഭയുടെ ഡയാലിസിസ് കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസ് നടത്താനാകുന്നില്ല. പ്രശ്നം ജീവനക്കാരുടെ കുറവാണ്. പ്രവർത്തിക്കുന്നത് ഒരു ഷിഫ്റ്റ് മാത്രം. വിഷയം ആരോഗ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് ചാൽവഴി പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ ഇടപെട്ട നഗരസഭ അധികൃതർ. ശ്രീകൃഷ്ണപുരത്തെ ജൈവ കർഷകൻ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാൻ കാനഡയിൽ നിന്നുള്ള സംഘവും. കാലാവസ്ഥാ വ്യതിയാനവും ജൈവ കൃഷിരീതികളും പഠനവിധേയമാക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സംഘമാണ് ശ്രീകൃഷ്ണപുരത്തെത്തി. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ ഒക്ടോബർ 1 മുതൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഏർപ്പെടുത്തിയ നിരോധനം ശക്തമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. മലബാർ സിറ്റി ന്യൂസിനും MCV ന്യൂസിനും അനുവദിച്ച അഭിമുഖത്തിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ മുമ്പ് നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം തടയുന്നതിനാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം ഒക്ടോബർ 1 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് നടപ്പിൽ വരുത്തുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നതിന് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. നിയന്ത്രണം എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. ഗവൺമെൻറ് ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ നിരോധിച്ചിട്ടുണ്ട്. അത് വിശദമായി നടപ്പിലാക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അതുപോലെ കച്ചവടക്കാരുടെ സഹകരണം ആവശ്യമാണ്. ഇക്കാര്യം ഇടയ്ക്ക് ബോധ്യപ്പെടുത്തി, ആദ്യം പ്ലാസ്റ്റിക് കൊണ്ടുള്ള വിപത്ത് ബോധ്യപ്പെടുത്തി, ആദ്യം എല്ലാ വിഭാഗം ജനങ്ങളും പ്ലാസ്റ്റിക്കിന് പകരം മറ്റൊരു വസ്തു എന്തെങ്കിലും ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറുകൾക്ക്, ഒറ്റത്തവണ നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം സഞ്ചി കൊണ്ടുപോവുക, പാത്രങ്ങൾ കൊണ്ടുപോവുക എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അത് നടപ്പിലാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം മാത്രം ചെയ്താൽ മതി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് 1-2 പാത്രം കയ്യിൽ കരുതിയാൽ മതി. ഒരുപാട് വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ചിട്ടയുടെ ഭാഗമാക്കിയാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കും. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് കരുതാതെ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പോസ്റ്റിട്ടവർക്കെതിരെ പൊട്ടിത്തെറിച്ചു പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. താൻ പ്രസിഡന്റായതിനു ശേഷം ഒരു പഞ്ചായത്തും സഹകരണ ബാങ്കും പാർട്ടിക്ക് നഷ്ടമായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. കേരള പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കൺവെൻഷനും വസ്ത്രവിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വിമർശിക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. അല്ലാതെ ഏതെങ്കിലും മൂലയിലിരുന്ന് തെറിവിളിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. സാധാരണ പ്രവർത്തകരെ ഭാരവാഹികളാക്കിയതിനെയാണ് ചിലർ വിമർശിക്കുന്നത്. കമ്മിറ്റികളിൽ ആളുകൂടിയെന്ന് പറയുന്നവർ സ്വന്തം സ്ഥാനം രാജിവെച്ച് എണ്ണം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് തോന്നും കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാട്ടുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ നോക്കി. ഒരാളെ ഞാൻ ഇവിടെ നടപടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അയാളുടെ മുഴുവൻ എടുത്തു നോക്കി. ആള് പറഞ്ഞതെന്നറിയോ, ഇങ്ങനെയാവണം DCC പ്രസിഡന്റ്. ആരെന്നറിയോ? എന്റെ സുഹൃത്താണ് ജോയി. ഇങ്ങനെയാവണം പറഞ്ഞിട്ടു, ഇങ്ങനെയാവണം DCC പ്രസിഡന്റ് എറണാകുളം തൊട്ടു. നിങ്ങളൊരു കാര്യം നോക്കിയോളൂ. ഞാൻ അതിൽ ചെറുതാക്കി കാണുന്നില്ല എന്ന് പറ്റി പറഞ്ഞ മലപ്പുറത്ത് നമ്മുടെ 4 പഞ്ചായത്താണ് നഷ്ടപ്പെടുന്നത്. എറണാകുളത്ത് മുനിസിപ്പാലിറ്റിയും 4 ബാങ്ക് പോയിട്ടുണ്ട്. ഇന്ന് ഒന്നുമില്ലാത്ത സോഷ്യൽ മീഡിയ ഇല്ലാത്ത പാവപ്പെട്ട ഞാൻ നേതൃത്വം കൊടുത്ത പാലക്കാട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നമ്മൾ നഷ്ടപ്പെടുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ. അതാണ് സോഷ്യൽ മീഡിയ പറയേണ്ടത്. നമ്മളെന്തിനാണ് കൂടുതൽ നിങ്ങളുടെ എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പ്രവൃത്തി കോൺഗ്രസ് ശക്തി ഉണ്ടാക്കണം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ജയിക്കണം. നമ്മുടെ അധ്വാനത്തിന് ഫലം പൊതുയോഗം, മീറ്റിംഗ്, ക്യാമ്പ് ഇതുപോലെ ഒക്കെ നടത്തുന്നതിന് എന്താ പറയുക?
പാർട്ടിക്ക് വോട്ട് കിട്ടണം, പാർട്ടിക്ക് ജനങ്ങളെ അടുപ്പിക്കണം. അതിന്റെ പ്രശ്നം എന്താ? പാർട്ടി തെരഞ്ഞെടുപ്പ് ജയിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞറിയിക്കുന്നു, ഒരു കാര്യം മനസ്സിലാക്കോ, ഇവിടെ ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടുക, ഒരു കോപ്പറേറ്റീവ് നഷ്ടപ്പെടുക മാത്രമല്ല, 6 CPM വാർഡ് തിരിച്ചു പിടിച്ചു. ഇപ്പൊ വരുന്ന തച്ചമ്പാറ പഞ്ചായത്ത് കോൺഗ്രസിലേക്ക് വരാൻ പോവുകയാണ്, കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു. മൂന്നാമത്തെ പഞ്ചായത്ത് കോൺഗ്രസിലായി. ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ട നിങ്ങൾ പറയും, ഞാൻ ഇപ്പൊ കേൾക്കാം. നിങ്ങൾ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ പറയണ, ചോദിക്കും DCC പ്രസിഡന്റ് ഏത് പഞ്ചായത്ത് നഷ്ടപ്പെടുന്നത് പറയും. ഞാൻ പറയാം, ഇവിടെ തച്ചമ്പാറ വാർഡ് CPM പിടിച്ചെടുത്തോ, മങ്കര പിടിച്ചെടുത്തോ, മൂന്നോടെ പിടിച്ചെടുത്തോ, ഉത്താനഗരം പിടിച്ചെടുത്തോ, വടക്കഞ്ചേരി ഇന്ന് വരെ ഇല്ലാത്ത 30 വർഷം ഇല്ലാത്ത നല്ലതും പിടിച്ചെടുത്തു. ഞാൻ ഇപ്പൊ വരുന്ന പുതുശ്ശേരി അറിയോ, ആ പുതുശ്ശേരിയിൽ നമ്മൾ മത്സരിച്ചിട്ടുള്ള 170 വോട്ട് ജയിച്ചിട്ടുള്ള 1500 അവിടെ നമ്മുടെ സ്ഥാനത്ത് ബന്ധപ്പെട്ടു. 1550 വോട്ടിന്റെ ഭൂരിപക്ഷം 8 വാർഡിൽ തെരഞ്ഞെടുപ്പ്. ഒരവടി നമ്മൾ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഇപ്പുവിന്റെ പ്രവർത്തനം പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്ന് തങ്കപ്പൻ പറഞ്ഞു. 500 പേർക്ക് ചടങ്ങിൽ വസ്ത്രങ്ങൾ നൽകി. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഇപ്പു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ, ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ P അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ നൌഫൽ താളിയിൽ, ബ്ലോക്ക് സെക്രട്ടറി രാധാകൃഷ്ണൻ കളഭം എന്നിവർ പ്രസംഗിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഗ്രാമത്തിലുള്ളവർ 6 വർഷമായിട്ടും ഭീതിയുടെ താഴ്വരയിൽ തന്നെ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വീടുകൾ കാട് കയറി മൂടി. വീട് നിർമ്മാണം തുടങ്ങിയത് അറിഞ്ഞിട്ടില്ലെന്ന് ട്രൈബൽ വകുപ്പ്. 2018 പ്രളയത്തിൽ ഊരുകൾക്ക് ഭീഷണിയായി ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇവരെ സുരക്ഷിത സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 17 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമായി 10 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഈ തുക ഉപയോഗിച്ച് മൈലാമ്പാടത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചിട്ട് 2 വർഷമായി. ചില വീടുകളുടെ മേൽക്കൂര വാർപ്പ് പൂർത്തിയായി. ഏതാനും വീടുകളുടെ മേൽക്കൂര വാർക്കാൻ ഇനിയും ബാക്കിയുണ്ട്. വീടിന്റെ തേപ്പ്, നിലംപണി, അടുക്കള നവീകരണം, വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ ജോലികളും പൂർത്തീകരിക്കാനുണ്ട്. 4 ലക്ഷം രൂപയ്ക്കുള്ള നിർമ്മാണം പൂർത്തിയായെന്നാണ് കരാറുകാരൻ പറയുന്നത്. ഇവരുടെ വീടുപണി പൂർത്തിയാക്കുന്നതിന് ട്രൈബൽ വകുപ്പിൽ നിന്ന് അനുവദിക്കാമെന്ന് അറിയിച്ചിരുന്ന 2 ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കരാറുകാരൻ അറിയിച്ചു. കാരാപ്പാടം ആദിവാസി ഗ്രാമത്തിന്റെ പുനരധിവാസ പദ്ധതി ട്രൈബൽ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ ട്രൈബൽ ഓഫീസർ പറയുന്നത്. ഇപ്പോഴാണ് പദ്ധതി രേഖാമൂലം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 4 ലക്ഷം രൂപയ്ക്ക് ചെയ്ത നിർമ്മാണ പ്രവൃത്തികളുടെ വാല്യുവേഷൻ പൂർത്തിയാക്കി നൽകിയാൽ ട്രൈബൽ വകുപ്പിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിക്കാനാവുമെന്നും ട്രൈബൽ ഓഫീസർ അറിയിച്ചു. ഈ വർഷത്തെ മഴക്കാലത്തിനു മുൻപ് പുതിയ വീട്ടിലേക്ക് മാറണമെന്നാണ് കാരാപ്പാടം ആദിവാസി ഗ്രാമവാസികൾ കരുതിയിരുന്നത്. 2018 ഉണ്ടായതുപോലെയുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ വീടുകൾ ചോർന്നൊലിച്ചാണ് കിടക്കുന്നത്. ചോർച്ച തടയാൻ വീടുകൾക്ക് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. പുതിയ വീട് നിർമ്മിക്കുന്നതിനാൽ അറ്റകുറ്റപ്പണിക്ക് തുക ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ഊരുമൂപ്പൻ വെളുപ്പൻ പറഞ്ഞു. അതല്ല ഈ ബാക്കി ഇടിഞ്ഞു കിടക്കുക, പിന്നെ ബാത്റൂം ഒക്കെ ഇടിഞ്ഞു കിടക്കും. 3 മാസമാണ് അവധി പറഞ്ഞിരിക്കുന്നത്. 3 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു കൊല്ലാകാൻ പോകണു. കഴിഞ്ഞ വേനൽക്ക് പണി തുടങ്ങിയതാണ്, ഇതുവരെ പണി പൂർത്തിയാക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ മാറിക്കിട്ടണം. അതാണ് അതിനെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ഈ വീട് പണി എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വീട് പണി തീർക്കേണ്ട അത്യാവശ്യമാണ്. എത്ര പേരുണ്ട്? 13 വീട് ഇവിടെ ഒരു സ്ഥലത്തും, അപ്പുറത്ത് അത് മൊത്തം 5 വീട്. ഇവിടെ 13 വീടും, മറ്റേ നമ്മൾ പള്ളിക്കുന്ന് പോണ റോട്ടിൽ 2 വീട്, പിന്നെ വെള്ളപ്പുറത്ത് അതിൻ്റെ മരിച്ചുപോയ രാജൻ്റെ ആൾക്കാരില്ല, രാജൻ്റെ വീട്, അത് ഒന്നും പൂർത്തിയാക്കിയില്ല. പിന്നെ അവൻ പറയണത് കുറച്ച് പൈസ കിട്ടാണ്ടല്ലോ, അത് കിട്ടില്ല. കിട്ടണമെങ്കിൽ ഞാൻ 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കണം പറഞ്ഞിട്ട്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിവിടുന്നതായി പരാതി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുമാണ് മാലിന്യം ഒഴുക്കിവിടുന്നത്. ഇതിനെതിരെ നടപടിയുമായി ആരോഗ്യ വിഭാഗം രംഗത്തെത്തി. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യമാണ് രാത്രിയുടെ മറവിൽ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വലിയ ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ പരിശോധനയുമായി രംഗത്തിറങ്ങിയത്. ഈ സമയമാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടത്.
തുടർന്ന് നഗരസഭാ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ യാതൊരുവിധ ശുചിത്വ സംവിധാനങ്ങളും ഒരുക്കുന്നില്ലെന്നും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നും പരാതി ഉയർന്നു. പട്ടാമ്പി നഗരസഭയിൽ ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഭാരതപ്പുഴയിലേക്കാണ് ഈ വിധം മാലിന്യം തള്ളിവിടുന്നത്. ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു. രാത്രികാലങ്ങളിലാണ് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് ഓവുചാൽ വഴി പുഴയിലേക്ക് തള്ളുന്നത്. ഇത്തരത്തിൽ വ്യാപകമായാണ് മാലിന്യം തള്ളുന്നതെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. നിലവിലിപ്പോൾ ഇത് പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് മാലിന്യം എന്ന് പറയുന്നത് കക്കൂസ് വേസ്റ്റ് മാലിന്യമാണ്. സാധാരണ ഒരു 10 മണിക്ക് ശേഷം ഇവിടെ ആളുകളൊന്ന് പോയാൽ 10 മണിക്ക് ശേഷം ഇതിൻ്റെ വാൾവ് തുറന്നു വിടും. വീടുകളിൽ നിന്നും ഈ ഓടയിലേക്ക് അവർ തന്നെ പ്രൈവറ്റായിട്ട് ഒരു ഓടയിലൂടെ പൊതു സ്ഥലത്തേക്ക് ഓട തുറന്നു വിട്ട് രാത്രി ആകുമ്പോൾ കറുകറുത്ത വെള്ളം, ഇന്നലെ രാത്രിയിൽ ഈ പരിസരത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ചാലിലൂടെ വളരെ കറുത്ത ജലമാണ് ഒഴുക്കിയിട്ടുണ്ടായിരുന്നത്. കക്കൂസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കം അതിലൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അത് നേരെ പോണത് അവിടെ ഒരു പമ്പ് ഉണ്ട്. അതിൽ നിന്നാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ 90% വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത്. അതുപോലെ ഈ പരിസരത്താണ് മുഴുവൻ നല്ല വൃത്തിയിൽ ജനങ്ങൾ കുളിക്കാനും മറ്റുള്ള വാഷ് ചെയ്യാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മനുഷ്യൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 300 ഗ്രാം മുതൽ 600 ഗ്രാം വരെ ഉണ്ടാവുമെന്നാണ് പഠനം പറയുന്നത്. അത് ഒരു സെൻറ്റിലോ 5 സെൻറ്റിലോ ഒരു 300-400 ആളുകളെ പാർപ്പിച്ചിട്ട് അവരുടെ വേസ്റ്റ് മുഴുവനായിട്ട് പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ പരുവക്കട ഭാഗത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും. കൃത്യമായിട്ട് ബിൽഡിങ്ങുകൾ എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു രേഖ പോലും ഇല്ല. ാണ് ഇവർ ഈ വേസ്റ്റ് ഇവിടെ തുറന്നു വിടുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് മാലിന്യത്തിൻ്റെ കക്കൂസ് മൂത്രത്തിൻ്റെ സ്മെല്ല് മണടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ വലിയ ഫോഴ്സിൽ മോട്ടർ വെച്ചിട്ട് ഇതിൽ കൂടെ പുഴയിലേക്ക് തള്ളുന്നൊരു രംഗാണ് ഇന്നലെ കണ്ട്. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ട് മുനിസിപ്പാലിറ്റിയൊക്കെ വിളിച്ചിരുന്നു. അവർ ഇന്നലെ വന്ന് നോക്കി അവർ ബോധ്യപ്പെട്ടാണ്. ഏകദേശം ഈ പുഴയുടെ തീരത്ത് ഉള്ള എല്ലാവിധ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ താഴത്തൂടൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഗൗരവത്തോടെ എടുത്തിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം. കെട്ടിടത്തിൻ്റെ ആളുകൾ മാലിന്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ വേസ്റ്റുകൾ, കക്കൂസ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഇത് കുടിവെള്ളം പല പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റി, പാവർട്ടി കുടിവെള്ള പദ്ധതി, അങ്ങനെ പല സ്ഥലത്തേക്കും ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. ഈ പുഴയിൽ നിന്ന് അതിലേക്കാണ് ഈ മാലിന്യം തള്ളുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഈ സൈഡിലേക്ക് പോകുന്ന ചാലുകളൊക്കെ ശ്രദ്ധിക്കണം. കാരണം കച്ചവടക്കാരും ഇതേപോലെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്ന ഉടമസ്ഥരും ചെയ്യുന്നത് പച്ച തമ്മാടത്തിലാണ്. ഇതിന് നാട്ടുകാർ എല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങണം. കാരണം എന്ത് ഇവർ ചെയ്യുന്ന തമ്മാടത്തിന് നമ്മൾ ആരും കൂട്ടു നിൽക്കരുത്. അത് ഏത് രാഷ്ട്രീയക്കാരായിട്ടോ ഏത് സംഘടന ആയിട്ടോ അവർക്ക് ഞങ്ങൾ ആരും സപ്പോർട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനി മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാർ ഇനിയും ഇതിനെതിരെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി നഗരസഭാ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. റഫീഖ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് തുറന്നുവിട്ടതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മലിനജലം തുറന്നുവിട്ടതായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നേരത്തെ തന്നെ പരിശോധന നടത്തുകയും ഇവിടെ വന്ന് മലിനജലം ഒഴുക്കി വിട്ടതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷഫീഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഷൊർണൂർ നഗരസഭയുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസിന് സൗകര്യങ്ങളുണ്ട്, പക്ഷേ ജീവനക്കാരില്ല. നിലവിലെ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് മാത്രമായാണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 1.5 കോടി ചെലവിൽ 2021 നവംബർ 11-നാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഒരാഴ്ചയിൽ 8 പേർ എന്ന രീതിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു പോരുന്നത്. നിലവിൽ 4 മെഷീനുകളാണ് ഇവിടെയുള്ളത്. 2 സ്റ്റാഫ് നഴ്സുമാരും 1 ലാബ് ടെക്നീഷ്യനും 1 ക്ലീനിംഗ് സ്റ്റാഫും ഉൾപ്പെടെ ഇവിടെ ആവശ്യമാണ്.
കൂടുതൽ ആളുകൾക്കുള്ള നിയമനം നടത്തിയാൽ ഒരു ഷിഫ്റ്റും കൂടി ആരംഭിക്കാനാകുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഡയാലിസിസിന് ആളുകളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അനുകൂല മറുപടി കിട്ടിയാൽ അനുയോജ്യമായ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. തീർച്ചയായും നമ്മൾ ഡയാലിസിസിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫണ്ടിൻ്റെ ഒരു ലഭ്യത കുറവാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രതിസന്ധി. ഏറ്റവും മുന്തിയ പരിഗണന നമ്മൾ ആ ഡയാലിസിസ് യൂണിറ്റ് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിച്ച് കുറേ വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയാവുന്ന നിലയിൽ അത് ഉപയുക്തമാക്കണം എന്ന് തന്നെയാണ് നഗരസഭയുടെ ഇപ്പോഴൊരു കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ വർഷം നമ്മൾ നടത്തുന്നുണ്ട്. മിക്കവാറും അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ആരോഗ്യ വിഭാഗത്തോട് ആരോഗ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഒരു നോംസ് അനുസരിച്ച് മാത്രമല്ലേ ഫണ്ടുകളൊക്കെ ലഭ്യമാവും. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ആ പ്രയാസം ഉണ്ടെങ്കിലും ഇതിന് ഒരു മുന്തിയ പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിക്കും. അതിനുവേണ്ടി ശ്രമിക്കും. നിലവിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഷിഫ്റ്റ് നടക്കുന്നത്. ഒരു ഷിഫ്റ്റും കൂടി തുടങ്ങുകയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ ആക്കാൻ സാധിക്കും. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ 5 നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഡയാലിസിസ് നോക്കുന്നത്. പുതിയ ജീവനക്കാരെ നിയമിച്ചാൽ അവർക്ക് ശമ്പളം നൽകുന്നതിന് നഗരസഭയ്ക്ക് ഫണ്ടില്ല എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. അന്തരിച്ച CPM പ്രവർത്തകൻ പുഷ്പനെതിരെ അപഹാസ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. ചെറുപ്പശ്ശേരിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPM പ്രവർത്തകൻ പുഷ്പനെ അപഹസിക്കുന്ന രീതിയിലും നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതായാണ് കേസ്. DYFI ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം സച്ചിദാനന്ദൻ നൽകിയ പരാതിയിലാണ് ചെറുപ്പുളശ്ശേരി നിരപ്പറമ്പ് സ്വദേശി ഷൻഫീർ KC എന്നയാളെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഫോണും പിടിച്ചെടുത്തു. തുടർ നടപടികൾക്കായി ഫോൺ കോടതിയിൽ ഹാജരാക്കി കേരള സൈബർ വിങ്ങിന് കൈമാറുമെന്നും ഇത്തരത്തിൽ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. PV അൻവറിനോട് കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു നാട്ടുകാരിൽ ചിലർ കയ്യേറ്റം ചെയ്തെന്ന മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ 2 പേർക്കെതിരെ കേസ്. അലനല്ലൂരിൽ വ്യാപാരികൾ സംഘടിപ്പിച്ച പരിപാടി കഴിഞ്ഞു പോകുന്നതിനിടെയാണ് സംഭവം. അലനല്ലൂരിൽ വ്യാപാരികൾ നടത്തിയ പരിപാടി കഴിഞ്ഞു പോകുന്നതിനിടെ PV അൻവറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ കൂട്ടത്തിലെ 2 ആളുകൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. മണ്ണാർക്കാട്ടെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ സേതലവി നാട്ടുകൽ പോലീസിൽ നൽകിയ പരാതിയിൽ അലനല്ലൂർ സ്വദേശികളായ മജീദ്, അൻവർ സാദത്ത് എന്നിവർക്കെതിരെ കേസെടുത്ത് പിന്നീട് വിട്ടയച്ചു. അൻവർ പോയതിനു ശേഷമായിരുന്നു സംഭവം. നാട്ടുകൽ പോലീസും വ്യാപാരി നേതാക്കളും ചേർന്നാണ് രംഗം ശാന്തമാക്കിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ജൈവ കർഷകനായ ശ്രീകൃഷ്ണപുരത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാൻ കാനഡയിൽ നിന്നുള്ള പഠനസംഘമെത്തി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളെ ജൈവ കൃഷിരീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് എന്നത് സംബന്ധിച്ച പഠനങ്ങൾക്കാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പഠനസംഘം കേരളത്തിലെത്തിയത്. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഹന വിറ്റ്മാൻ, പ്രൊജക്ട് കോർഡിനേറ്റർ കരോലിന, ദ ഡയസ് കാനഡയിലെ ജൈവ കർഷക സംഘടനാ പ്രതിനിധി ഇവാലിന എന്നിവരടങ്ങുന്ന പഠന സംഘമാണ് ജൈവ കർഷകനായ ശ്രീകൃഷ്ണപുരത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാനെത്തിയത്. 3 ദിവസമായി കേരളത്തിലെ കാർഷിക യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം, ആലപ്പുഴ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ജൈവ കൃഷിയിടങ്ങൾ എന്നിവയും പഠനസംഘം സന്ദർശിച്ചിരുന്നു. മണ്ണ് പരിപാലനം, പ്രകൃതി വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പാരമ്പര്യ ഇനം പശുക്കളുടെയും വിവിധ വിളകളുടെയും പരിപാലനം, ജൈവകൃഷി പരിപാലനം, ജലസംഭരണം, പ്രകൃതി സൗഹൃദ ജീവിത രീതികൾ, 550-ൽ അധികമുള്ള മാവിൻ തൈകളുടെ ശേഖരം, കേരളത്തിലെ കാലാവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രായോഗിക അനുഭവങ്ങളും അവയിലെ ശാസ്ത്രീയതയും സംബന്ധിച്ചും അവ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ശങ്കരൻ നമ്പൂതിരി സ്വന്തം അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘത്തിന് വിവരിച്ചു നൽകി. കാനഡയിലെ കൃഷിരീതികളും സംഘം വിവരിച്ചു.
Okay, my name is Hannah Whitman. I'm a professor at the University of British Columbia in Canada, and we're here to learn about organic agriculture here in the state of Kerala. We've learned so much about low input and zero input farming and how it can provide food for people, resilience to climate change, and also how it can preserve traditional varieties and practices for rice and other important nutritional foods that are indigenous here to this region. We're really excited to learn from the farmers and from the Organic Farming Association of India as well, and we felt very welcome here. It's very beautiful in the diversity of plants and the delicious foods that we've been able to eat. Very much enjoyed the hospitality and all the opportunities for learning here. Our organization, we're farmer-led by organic farmers, organic agricultural organization, and we oversee the provincial organic program, so we provide certification services to farmers in the province, as well as education and extension opportunities and community building. ഓർഗാനിക് ഫാർമേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കെ ഇല്യാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ, കേരള ജൈവ കർഷക സമിതി അംഗങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇവര് കാനഡയിൽ നിന്ന്, ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ കേരളത്തിൽ വന്നതാണ്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജൈവ കൃഷി കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മാറ്റം വരുത്താൻ ജൈവ കൃഷി എത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം കാലാവസ്ഥയായിട്ട് എത്രത്തോളം ഉണ്ട്, നഷ്ടപ്പെട്ടതിന് നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ പല തോട്ടങ്ങളിലും വന്നു, അങ്ങനെ എൻ്റെ തോട്ടത്തിലും വന്നു. ഇവിടെ വന്നിട്ടുള്ള ആ കാലാവസ്ഥയും അപ്പോൾ അതിനോടനുബന്ധിച്ച് അതേ ഈ കാലാവസ്ഥയ്ക്ക് ചേർന്ന അതേ രീതിയിലുള്ള കൃഷി രീതികളും അതുപോലുള്ള ഒരു പേരയും ഇതൊക്കെ ഉണ്ട്. ഇതിനൊരു ക്ലാസ് എടുക്കാനും ഞാൻ അവർക്ക് എൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്നു. അതുപോലെ അവർ അതിനെ പറ്റിയിട്ടൊരു പഠനത്തിനും കൂടി വന്നതാണ്. തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം കിഴൂറോഡ് പാതയിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ പുരോഗമിക്കുന്നു. തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തുമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ പരാതിയെ തുടർന്നാണ് നടപടി. പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ടെൻഡർ എടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കുഴികൾ അടയ്ക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് കഴിഞ്ഞ ദിവസം ടെൻഡർ നേടിയ കമ്പനിക്ക് കൈമാറിയിരുന്നു. കിഴൂർ റോഡ് മുതൽ ഒറ്റപ്പാലം വരെയുള്ള പാതയിലെ വലിയ കുഴികളാണ് WMM ഇട്ട് അടച്ച് റോളർ ഉപയോഗിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നത്. പാതയിലെ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പരാതിയായി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. പാതയുടെ തകർച്ച സംബന്ധിച്ച് മലബാർ സിറ്റി ന്യൂസും വാർത്ത നൽകിയിരുന്നു. അതേസമയം നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം മുതൽ കീഴൂർ വരെയുള്ള റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പണികൾ നടന്നുവരികയാണ്. നവീകരണ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നേരായ മാർഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. രക്ഷാകർതൃ അധ്യാപക വിദ്യാർത്ഥി കൂട്ടുത്തരവാദിത്തത്തിലുള്ള ഇടപെടലുകൾക്ക് മൂല്യവത്തായ സമൂഹ സൃഷ്ടി സാധ്യമാകൂ എന്നും കോൺഫറൻസ് വിലയിരുത്തി. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് നേർച്ചറിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണയിൽ നടന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികളെ ഗുണദോഷിക്കാനുള്ള അവകാശമില്ലെന്ന പ്രചാരണത്തിന് പിന്നിലെ സ്വതന്ത്രവാദ ചതിക്കുഴികളെ സമൂഹം തിരിച്ചറിയണം. അതിരുവിട്ട ആഘോഷഭ്രമങ്ങളെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ കുത്തക കമ്പനികളുടെ കച്ചവട തന്ത്രമാണ്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ കോസ്മെറ്റിക് വിപണിയുടെ പ്രചാരകരാവുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിലെ അരുതായ്മകളെ തിരുത്താൻ അധ്യാപകർ ജീവിതം കൊണ്ട് യോഗ്യത നേടണമെന്നും അധ്യാപകരുടെ വീഴ്ചകൾ തലമുറയുടെ നാശത്തിന് കാരണമാകുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളിലെ ട്രെൻഡുകൾക്ക് പിന്നിലെ ചതിക്കുഴികളെ നാം കരുതിയിരിക്കണം. ഡിജെയുടെ മ്യൂസിക് ആരവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അമിതമായ ആവേശം നൽകുന്നതിന് പിന്നിൽ ലഹരി മാഫിയ ആണെന്നത് ഗൗരവമായി കാണണം. പാശ്ചാത്യ ലോകത്ത് പുരോഗമനത്തിന്റെ പേരിൽ നടപ്പിലാക്കി പരാജയപ്പെട്ട ജെൻഡർ തിയറികളെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികതയെ ഹനിക്കാത്ത കാലോചിതമായ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് കോൺഫറൻസ് വിലയിരുത്തി. രക്ഷകർതൃ അധ്യാപക വിദ്യാർത്ഥി കൂട്ടുത്തരവാദിത്തത്തിലൂടെയുള്ള ഇടപെടലുകൾക്ക് മൂല്യവത്തായ സമൂഹ സൃഷ്ടി സാധ്യമാകും. സൈബർ കുറ്റകൃത്യങ്ങൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ലഹരി തുടങ്ങിയവ മൂലമുണ്ടാകുന്ന സാമൂഹിക ആരോഗ്യ മാനസിക വെല്ലുവിളികളെ സംബന്ധിച്ച ബോധവൽക്കരണങ്ങൾ
സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കാനുള്ള പ്രവർത്തന രൂപരേഖകൾ തയ്യാറാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആധുനിക വിദ്യാഭ്യാസ മേഖലകളിൽ എന്തൊക്കെ പുതിയ ന്യൂ തോട്ടുകൾ, പുതിയ സ്ട്രാറ്റജികൾ, പുതിയ അധ്യാപന സമീപനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ പ്രവാചക ജീവിതത്തിൽ കാണാം. കുട്ടികളോടുള്ള പ്രവാചക സമീപനത്തിൽ അധ്യാപകർക്ക് ഏറെ ഗുണപാഠങ്ങൾ ഉണ്ടെന്നും പുതിയ അധ്യാപന രീതികളുടെ ഏറ്റവും മൂർത്തമായ ഭാവങ്ങൾ മുഹമ്മദ് നബിയുടെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കുഞ്ഞി മുഹമ്മദ് മദനി പറഞ്ഞു. കുട്ടികളുടെ വിഷമതകൾ വായിച്ചെടുത്ത് അവരെ അഭിമുഖീകരിക്കാൻ അധ്യാപകർക്ക് സാധിക്കുമ്പോഴാണ് അധ്യാപനം ഫലവത്താകുന്നതെന്നും കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ അഭിപ്രായപ്പെട്ടു. വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നസീഫ് അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി അഷ്റഫ്, വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ, ജനറൽ സെക്രട്ടറി ടി നിഷാദ് സൽഫി, സെക്രട്ടറി ജംഷീർ സ്വാലിഹി, KATF സംസ്ഥാന പ്രസിഡന്റ് ടി അബ്ദുൽ ഹഗ്, KST മലപ്പുറം സെക്രട്ടറി പി രത്നാകരൻ, KPST മലപ്പുറം പ്രസിഡന്റ് KV മനോജ് കുമാർ, വിസ്ഡം സ്റ്റുഡന്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷമീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഫറൻസിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ദാറുൽ ഖുറാനിൽ സംഘടിപ്പിച്ച ബട്ടർഫ്ലൈസ് കളിത്തോട്ടിൽ ലിറ്റിൽ വിങ്സ് ടീൻ സ്പേസ് സംഗമങ്ങൾ കുരുന്നുകളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിനെ തൊട്ടുണർത്തിയ പരിപാടിയായി. INL പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പാർട്ടി പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പും ഒറ്റപ്പാലത്ത് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു. INL പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പാർട്ടി പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പുമാണ് ഒറ്റപ്പാലത്ത് നടന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു. മീഡിയ, സോഷ്യൽ മീഡിയ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ, സംഘടനാ വിഷയത്തിൽ ഇനഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഷിം അരിയിൽ ക്ലാസ് നയിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് റസാഖ് മാനു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PV ബഷീർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി KV അമീർ നന്ദിയും പറഞ്ഞു. ലോക ഹൃദയാരോഗ്യ ദിനമാണ് സെപ്റ്റംബർ 29 കടന്നുപോയത്. ഇന്ന് കളിക്കളങ്ങളിൽ പോലും ഹൃദയം നിലച്ച് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നു. ഒരുപക്ഷെ തക്ക സമയത്ത് CPR കൊടുക്കാനായാൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാനായേക്കാം. ഹൃദയാരോഗ്യ ദിനത്തിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 30 ഫുട്ബോൾ കളിക്കാർക്ക് CPRൽ പരിശീലനം നൽകിക്കൊണ്ട് നടന്ന ഹൃദയാരോഗ്യ ദിനാചരണം ഏറെ വിലമതിക്കുന്നതായി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വല്ലപ്പുഴ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എന്നിവയുടെ നേതൃത്വത്തിലാണ് ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ പഞ്ചായത്തിലെ 17 ക്ലബ്ബുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 30 കളിക്കാർക്ക് CPRൽ പരിശീലനം നൽകിയത്. ഉല്ലാസത്തിനും ആവേശത്തിനും വേദിയാകുന്ന കളിക്കളങ്ങളിൽ പോലും അടുത്ത കാലത്ത് ഹൃദയം നിലച്ച് പെട്ടെന്നുള്ള മരണങ്ങളുണ്ടായ സംഭവങ്ങൾ ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് CPRന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം സംഘടിപ്പിച്ചത്. ഇങ്ങനെ വെച്ചിട്ട് വേണം കംപ്രഷൻ കൊടുക്കണം. അപ്പോൾ കൈ നിവർന്നിരിക്കണം, മുട്ട് നിവർന്നിരിക്കണം. നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടത് എവിടുന്നാണ്? ഈ ചുമലിൽ നിന്നാണ് കംപ്രഷൻ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പൊസിഷൻ. ശരിയായ പൊസിഷൻ നിന്ന് കംപ്രഷൻ കൊടുത്താൽ എഫക്റ്റീവ് ആകും. ഇനി എന്ത് ചെയ്യണം? കംപ്രഷൻ കൊടുക്കണം. താഴോട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. 1 2 3 4 5. അതിങ്ങനെ കംപ്രഷൻ 2 ചുമലിൽ തട്ട് പുറത്തൊക്കെ. ആദ്യം സ്ഥല സുരക്ഷയാണ് നോക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ഥല സുരക്ഷയാണ് നോക്കി. പിന്നെ എന്താ ചെയ്യേണ്ടത്? എൻഷുർ സ്ഥല സുരക്ഷയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് ഇവിടുന്ന് 2 വിരൽ അതിൻ്റെ മുകളിൽ വെച്ച് ഈ കൈ എടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് കംപ്രഷൻ കൊടുക്കുക. മറ്റേ കൈ അതിൻ്റെ മുകളിൽ പിളച്ച് വെക്കുക. വിരൽ പിളച്ച് വെക്കണം. ഈ മുട്ട് വളയാതെ കംപ്രഷൻ എണ്ണിക്കോ. 3 4 5 6 7 8 ഇങ്ങനെ 150 കംപ്രഷൻ. 30 നിർത്തണ്ട. 30 കഴിഞ്ഞാൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മുമ്പ് CPR വഴി നമുക്ക് വിലയേറിയ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. പ്രൊഫഷണൽ ക്ലബ്ബുകളിലും മത്സരങ്ങളിലുമെല്ലാം CPR പരിശീലനം ലഭിച്ച കോച്ചും സൗകര്യങ്ങളും ഗ്രൗണ്ടിലുണ്ടാകുമെങ്കിലും നാട്ടിൻപുറങ്ങളിലെ കളിക്കളങ്ങളിൽ ഇതൊന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്നാണ് CPR പരിശീലനത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ചൂരക്കോട് ഓൾഡ് ഡർഫോർഡിൽ വെച്ച് നടന്ന പരിപാടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഹൃദയ സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. സാധാരണഗതിയിൽ ബ്ലഡ് ഡൊണേഷനെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തു പോകാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കളിക്കളങ്ങളിൽ, ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി നിൽക്കുന്ന ക്ലബ്ബുകളിലൊക്കെ നല്ല പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. എന്നാൽ
വേണ്ട രീതിയിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടാറില്ല. കാരണം വലിയ ക്ലബ്ബുകളായിരിക്കില്ല, ഒരുപാട് ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ക്ലബ്ബുകളാണ് എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊരു അറിവ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഇടയിൽ, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന പുതിയ തലമുറയ്ക്കിടയിലൊക്കെ എത്തിക്കുക, അതുവഴി ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയേറെ നന്നാവും ഈ ക്യാമ്പയിൻ കൊണ്ട് എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൽ ഹക്കീം വിശിഷ്ടാതിഥിയായി. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല. കാരണം നമ്മൾ കളിക്കുന്ന കാലഘട്ടത്തിൽ കറക്റ്റ് ഫുഡിങ്, കറക്റ്റ് ഉറക്കം, വ്യായാമം എല്ലാം ഒരു ചിട്ടവട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ ഒരു 10 വർഷം കൊണ്ട് എടുക്കുകയാണെങ്കിൽ നേരെ വിപരീതമായിട്ടാണ് പോകുന്നത്. അത് 100-ൽ 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഏത് ടൈമിൽ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് മാത്രമുള്ള ഗെയിമാണ് ഫുട്ബോൾ. എല്ലാവർക്കും അറിയായിരിക്കും. വേറെ ഏത് ഇവൻറ്റുമാരല്ല ഫുട്ബോൾ. മറ്റേതൊക്കെ ഒരു 10 മിനിറ്റ് റെസ്റ്റ്, 2 മിനിറ്റ് റെസ്റ്റ് കിട്ടും. പക്ഷേ ഇതിൽ കിട്ടുന്നില്ല. പക്ഷെ അതിന് നമ്മൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞാൽ മറ്റുള്ള പുറത്ത് പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റെസ്റ്റ് കൊടുത്തേ മതിയാവും. കറക്റ്റ് ടൈമിൽ ഉറക്കം, കറക്റ്റ് ടൈമിൽ ഭക്ഷണം, വ്യായാമം എല്ലാം ഒരു കൃത്യമായി പോയാൽ മാത്രമേ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. KV നാസർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന, ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികളായ രതീഷ്, വീരാൻകുട്ടി, അൻസാർ, ഫാർമസിസ്റ്റ് വിനോദ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. മൗലാന ഹോസ്പിറ്റൽ അനസ്തേഷ്യ തലവൻ ഡോക്ടർ ശശിധരൻ CPR പരിശീലന ക്ലാസ് നൽകി. ECG എടുത്തു നോക്കുക, രക്തത്തിൻ്റെ പരിശോധന നോക്കുക, അതൊക്കെ ചെയ്താൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ കഴിയുന്ന നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കഴിയുന്ന വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതിന് വേണ്ട ശേഷം പിന്നെ ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ 90% ബ്ലോക്കുകളും ഇന്ന് നമുക്ക് മരുന്നുകളുണ്ട്. രക്തക്കൊഴികൾ ബ്ലോക്ക് വരുമ്പോൾ രക്തക്കട്ടയായിട്ട് സാധനങ്ങൾ വന്നിട്ട് ബ്ലോക്ക് ആകുമ്പോഴാണ് അത് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു 1.5 മണിക്കൂറിന് മുമ്പ് എത്തുകയാണെങ്കിൽ അത് എടുത്തു മാറ്റുന്നതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അരിച്ച് കളിക്കുന്നതിന് മാർഗ്ഗങ്ങളുണ്ട്. 90% ആൾ രക്ഷപ്പെടാൻ പോയി വരും. ആൾ കേരള കാള വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചെർപ്പളശ്ശേരിയിൽ ചേർന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ ബോഡി യോഗത്തിലുള്ള ഏറ്റവും പ്രത്യേകത അർജുനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആദരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വളരെ മാതൃകാപരമാണ്. മറ്റുള്ളവരെയൊക്കെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരോടൊക്കെ സൗഹാർദ്ദവും സ്നേഹവും പങ്കിടുക, അതൊക്കെ മനുഷ്യത്വം നിറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ നമ്മൾ വെറും യാന്ത്രികമായിട്ടല്ല, എല്ലാവരുമായിട്ടും സൗഹാർദ്ദവും അവർക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണമെന്ന് കരുതി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. കാരണം ആഘോഷവേളകൾ ആനന്ദകരമാക്കാൻ അല്ലേ നിങ്ങളുടെ കലാവിരുത് വളരെ രാവും പകലുമില്ലാതെ അധ്വാനിച്ച് നടപ്പിലാക്കുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം, അപ്പോൾ ഇങ്ങനെ ഈ പൊയ്ക്കാളകളല്ലേ ഇതെല്ലാം ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതിന് കലാബോധമാണ്. OP ബാലൻ അധ്യക്ഷത വഹിച്ചു. ബാബുരാജ് എഴുവന്തല മുഖ്യപ്രഭാഷണം നടത്തി. കൃഷ്ണദാസ് കണയം, VS അനന്തു, OK സെയ്തലവി, രാഹുൽ വണ്ടുന്തറ, സന്തോഷ് കുറുവട്ടൂർ, OP വേണുഗോപാൽ, ബാബുരാജ് മഞ്ചക്കൽ, വിജിൽ കുമാർ മാരായമംഗലം, അനന്തനാരായണൻ, ബാബു കാരാട്ടൂർഷി, സുരേഷ് ബാബു, സുബ്രഹ്മണ്യൻ വളാഞ്ചേരി, സുജി പാറൽ, ഉണ്ണി വീരമംഗലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സമഗ്ര ശിക്ഷ കേരളയും യുണിസെഫും സംയുക്തമായി സംഘടിപ്പിച്ച ലൈഫ് 24 ത്രിദിന ശില്പശാലയുടെ സമാപന ചടങ്ങ് കടമ്പഴിപ്പുറത്ത് ചെർപ്പളശ്ശേരി BRC ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം P മൊയ്തീൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ ജീവിത നൈപുണ്യ വികസനവുമായി ബന്ധപ്പെടുത്തി പ്രധാന തൊഴിൽ മേഖലകളിലെ അടിസ്ഥാന ധാരണകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. 3 ദിവസങ്ങളിലായി കൃഷി, പാചകം, പ്ലംബിംഗ് എന്നീ മേഖലകളിലൂന്നിയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. S കൃഷ്ണപ്രസാദ്, PC ശിവശങ്കരൻ, M പ്രജിഷ, S ശ്രീജ, MP ഗോപാലകൃഷ്ണൻ, A രാജേഷ്, TM മഹേഷ്, V പ്രസന്ന, PK രഞ്ജിത, AV കൃഷ്ണപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഈ ക്യാമ്പിനെ കുറിച്ച്, ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഇവിടെ സ്വാഗത പ്രഭാഷകനും അധ്യക്ഷനും വളരെ വിശദമായി സൂചിപ്പിച്ചു. നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ
ചടഞ്ഞിരുന്ന ഒരു 3 മണിക്ക് ശേഷം നിങ്ങളൊരു ക്ലാസ്സിൽ ചെന്ന് കുട്ടികളെ മുഖത്ത് നോക്കിയാൽ കാണുന്ന ഒരു പ്രസന്നതയല്ല ഇന്ന് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. പക്ഷേ അപ്പൊ ക്യാമ്പ് സമ്പൂർണ്ണ വിജയമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിലേക്ക് മൊത്തത്തിൽ എന്താ വിളിക്കുക? ലൈഫ് സ്കിൽസ് വിളിക്കുക അല്ലെ? ജീവിത നൈപുണികൾ. ജീവിതത്തിൽ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ അപ്പോൾ ഉടനെ ഫോൺ നമ്പർ എടുത്ത് പ്ലംബറെയോ ഇലക്ട്രീഷ്യനെയോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ തന്നെ പ്രാപ്തരാക്കുന്ന അതിനെ തന്നെയല്ലേ വിദ്യാഭ്യാസം തുടങ്ങിയ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖല യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ചാത്തൻകുന്ന് റോഡ് ശുചീകരണം നടത്തി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സെക്രട്ടറി സുജിത്ത്, CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ്, മേഖലാ പ്രസിഡന്റ് സി ശരത്, യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. എല്ലാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം റോഡുകളുടെ 2 സൈഡിലും വളർന്നു വന്ന കാടുകൾ വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു വേസ്റ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരാഴ്ച കാലമായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് നമ്മുടെ ചാത്തൻകുന്ന് റോഡ് ശ്രീകൃഷ്ണ സൊസൈറ്റി വരെ ഈ ബ്ലോക്ക് ശ്രീകൃഷ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കാട് വെട്ടി വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്ന ഈ പ്രവർത്തനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. മണ്ണാർക്കാട് തെങ്കര തത്തേങ്ങലത്ത് വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു തത്തേങ്ങലം ഭാഗത്ത് വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണത്. കാൽനട യാത്രക്കാർ നിരവധി റോഡിലുണ്ടായിരുന്നെങ്കിലും അപകടം ഒഴിവായി. പ്രദേശത്ത് ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സുൽഫി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി. KSEB ജീവനക്കാരും സ്ഥലത്തെത്തി. 1 മണിക്കൂറിനുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാണിജ്യ വാർത്തകൾ. മേൽത്തരം മരങ്ങൾ ഉപയോഗിച്ച് ഗുണമേന്മയിലും ഉറപ്പിലും നിർമ്മിച്ച ഫർണിച്ചറുകൾ വിപണനത്തിനെത്തിച്ച് ബിസ്മി വുഡ് ഫർണിച്ചർ ആനമങ്ങാട് പാലോളിപ്പറമ്പിൽ തുറന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ബിസ്മി ഫർണിച്ചർ ഷോപ്പിൽ നിന്നും ലഭ്യമാകും. തേക്ക്, മാഞ്ചിയും മഹാഗണി തുടങ്ങിയ ഉറപ്പുള്ള മേൽത്തരം മരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപണന കേന്ദ്രമാണ് ബിസ്മി വുഡ് ഫർണിച്ചർ ഷോറൂം. ആനമങ്ങാട് പാലോളിപ്പറമ്പ് പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച ബിസ്മി വുഡ് ഫർണിച്ചർ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറുമായ K സുബ്രഹ്മണ്യൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ എന്നിവരും സ്ഥാപനത്തിന്റെ ഉടമ കോലത്തൊടി മുസ്തഫ, സഹോദരങ്ങളായ കോയ, ഹംസ, കുഞ്ഞാണി തുടങ്ങിയവരും പങ്കെടുത്തു. ഈ രംഗത്ത് ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമുള്ളവരുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ മരപ്പണിക്കാർ നിർമ്മിച്ചെടുക്കുന്ന ഫർണിച്ചറുകളാണ് ബിസ്മി വുഡ് ഫർണിച്ചർ ഷോറൂമിൽ വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നാടൻ ആശാരികൾ പണിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് മില്ല്. അവിടെ കുറേ ഇതുണ്ട്. നല്ല മരങ്ങൾ, അതായത് തേക്ക്, പ്ലാവ്, ഇങ്ങനെയുള്ള നല്ല മരങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. ഈ കട്ടിലുകൾ സ്റ്റാർട്ടിങ് 6500 മുതൽ തുടങ്ങും. അത് നല്ല ഫുൾ ഗ്യാരണ്ടിയോട് കൂടെ കൊടുക്കാം. ചെറിയ കനത്തിലല്ല, നല്ല തിക്കുള്ള നല്ല മരങ്ങളാണ്. എല്ലാത്തായാലും അലമാരകളായാലും ഡൈനിങ് ടേബിൾ ആയാലും സോഫ സെറ്റ് ആയാലും എന്തായാലും നല്ല ക്ലിയറുള്ള മരങ്ങളാണ്. കട്ടിൽ, ഡൈനിങ് ടേബിൾ, അലമാര, ഡ്രസ്സിംഗ് അലമാര, സെറ്റി, ദിവാൻ കോട്ട്, കസേരകൾ, സീറ്റ് ഔട്ട് ബെഞ്ച്, ആട്ടുതൊട്ടിൽ, ഡോറുകൾ, ജനൽപൊളികൾ തുടങ്ങിയ ഫർണിച്ചറുകളെല്ലാം ബിസ്മി വുഡ് ഫർണിച്ചർ ഷോറൂമിൽ നിന്നും ലഭ്യമാകും. ഞങ്ങൾ സാധനം വെച്ചാൽ ഞങ്ങൾ തന്നെ നിർമ്മിച്ചുണ്ടാക്കണം. വിദഗ്ധരായ നല്ല പണിയറിയുന്ന ആശാരിമാരെ വിളിച്ചിട്ട് നാടൻ മരം, നല്ല മൂപ്പില്ല മരം വെട്ടി തേക്ക്, മാഗണി പോലത്തെ നല്ല മരം കൊണ്ട് നല്ല ഉറപ്പോടുകൂടെ ഉണ്ടാക്കണ, ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ഉറപ്പോട് ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. പിന്നെ ഉറപ്പിലും ഭംഗിയിലും ഒന്നും കുറവുണ്ടാവില്ല. നല്ല പണിക്കാരെ വിളിച്ച് ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യിക്കണം.
അല്ല പുറത്തുനിന്ന് ലൂസർ ഇറക്കണമായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ പലതരത്തിലുള്ള ഫർണിച്ചറുകൾ കാണാൻ സാധിച്ചു. കട്ടിലാണെങ്കിലും ടേബിളാണെങ്കിലും എല്ലാതും വ്യത്യസ്ത തരത്തിലുള്ള നമ്മളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഉറപ്പിലും ഭംഗിയിലും നിർമ്മിച്ച കട്ടിലുകൾ 6500 രൂപ മുതലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ഫർണിച്ചറുകളുടെ വിപണനത്തിനു പുറമെ പ്ലൈവുഡ് ഇന്റീരിയർ വർക്ക്, കിച്ചൺ വർക്ക്, ഹാൻഡ് റെയിൽ സോഫ സെറ്റ് വർക്കുകളും ബിസ്മിയിൽ ചെയ്തു കൊടുക്കും. ചെറുപ്പളശ്ശേരി നഗരസഭ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരം ആവേശമായി. 14 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബ്ലൂ സ്റ്റാർ എലിയപ്പറ്റ ജേതാക്കളായി. മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായാണ് ചെറുപ്പുളശ്ശേരി നഗരസഭ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ നഗരസഭയിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള 14 ടീമുകൾ പങ്കെടുത്തു. നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിൽ ബ്ലൂ സ്റ്റാർ എലിയപ്പറ്റയും റൈസിംഗ് സ്റ്റാർ നിരപ്പറമ്പും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരത്തിൽ ഷിബിൽ ഫവാദ് നേടിയ എതിരില്ലാത്ത ഒരു ഗോളിന് ബ്ലൂ സ്റ്റാർ എലിയപ്പറ്റ ജേതാക്കളായി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റൈസിംഗ് സ്റ്റാർ നിരപ്പറമ്പിലെ ഹരിയെയും മികച്ച ഗോൾ കീപ്പറായി ബ്ലൂ സ്റ്റാർ എലിയപ്പറ്റയുടെ മുസാഫറിനെയും തിരഞ്ഞെടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം, നഗരസഭ സ്വച്ഛ് അംബാസിഡർ ആയുഷ് കൃഷ്ണ, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അംഗം സഫ്ന പാറക്കൽ, വികസനകാര്യ സ്ഥിരം സമിതി അംഗം വി പി ഷമീജ്, കൗൺസിലർ വിനോദ് തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറം ജില്ലയിൽ ഒക്ടോബർ 1 മുതൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ. ജനങ്ങൾ സഹകരിക്കണമെന്നും നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ജില്ലാ കലക്ടർ. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പോസ്റ്റിട്ടവർക്കെതിരെ പൊട്ടിത്തെറിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. ഏതെങ്കിലും മൂലയിലിരുന്ന് തെറിവിളിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും എ തങ്കപ്പൻ. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഗ്രാമത്തിലുള്ളവർ ഭീതിയുടെ നിഴലിൽ തന്നെ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഇവർക്കായുള്ള വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇവരുടെ പുനരധിവാസ പദ്ധതി അറിഞ്ഞില്ലെന്ന് ട്രൈബൽ വകുപ്പ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഷൊർണൂർ നഗരസഭയുടെ ഡയാലിസിസ് കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസ് നടത്താനാകുന്നില്ല. പ്രശ്നം ജീവനക്കാരുടെ കുറവാണ്. പ്രവർത്തിക്കുന്നത് ഒരു ഷിഫ്റ്റ് മാത്രം. വിഷയം ആരോഗ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് ചാൽവഴി പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ ഇടപെട്ട നഗരസഭ അധികൃതർ. ശ്രീകൃഷ്ണപുരത്തെ ജൈവ കർഷകൻ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാൻ കാനഡയിൽ നിന്നുള്ള സംഘവും. കാലാവസ്ഥാ വ്യതിയാനവും ജൈവ കൃഷിരീതികളും പഠനവിധേയമാക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സംഘമാണ് ശ്രീകൃഷ്ണപുരത്തെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.